ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യരാജ്. മഴ സമയം ആയതുകൊണ്ടേ ഈ വെണ്ടയിലൊക്കെ ഭയങ്കര പുഴു. കണ്ട പുഴു ഇങ്ങനെ കൂട് കൂട്ടി ഇങ്ങനെ ചുരുട്ടി കൂട് വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാ കണ്ട ഇതുപോലുള്ള പുഴുകളാണ്. കണ്ട പോരുന്നുണ്ടോ? അതങ്ങ് പോട്ടെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് കുറച്ച് വഴുതലങ്ങ നടാം കേട്ടോ. ഞാനേ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ ഒരു വഴുതല വിത്ത്, പച്ച വഴുതല നല്ല നീളത്തിലുണ്ടായിരുന്നത്. അതിന്റെ വിത്ത് എടുത്ത് വെച്ച് ഞാൻ ഒത്തിരി അങ്ങനെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നു. കുറെയൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തൊക്കെ അങ്ങ് നട്ടു. ഇനി കുറച്ച് ബാക്കിയുണ്ട്, അത് നട്ടാലോ. ഇതാ ഇനി ഇത്രയും കൂടെ ഉണ്ട് കണ്ടോ. ഇതിനെ ഇതാ ഇവിടോട്ടൊന്ന് നട്ടാലോ. ഇവിടെ ഒന്ന് നടാം. ഞാൻ ഇതിൽ കുറെ കുമ്മായമൊക്കെ ഇട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്ത് പുളിപ്പൊക്കെ മാറ്റി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ ഞാനിവിടെ വെണ്ടയാണ് നട്ടിരുന്നത്. ഒരു ഇനം തന്നെ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് നടാൻ പാടില്ല. വെണ്ട നട്ടത് കൊണ്ട് ഇപ്പൊ ഞാൻ വഴുതല നടാൻ പാടില്ല. ഇതുപോലെ നമ്മൾ മാറ്റി മാറ്റി നടണം. അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, കോഴിക്കാരം, വേപ്പമിണ്ണാക്ക് ഞാൻ കുതിർത്തില്ല കേട്ടോ. എന്താ കുതിർക്കാത്ത കാര്യം, മഴയുണ്ട്, നല്ല മഴ ടൈമാണ്. അതുകൊണ്ട് കണ്ട മഴ ടൈം ആയതുകൊണ്ടേ ഇത് തനിയെ വെള്ളത്തിൽ കിടന്ന് അങ്ങ് കുതിർന്നോളൂ. അതുകൊണ്ട് അല്ലാതെ തന്നെ ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ വഴുതലങ്ങ നല്ല നീളമുള്ള വഴുതലങ്ങ ആയതുകൊണ്ട് കുറച്ച് കിട്ടിയാൽ നമുക്ക് നഷ്ടം വരത്തില്ല. ഇപ്പൊ നടുന്നതൊക്കെ നമുക്ക് ഓണത്തിന് അടക്കാൻ പറ്റും, ഓണപരുവത്തിന് കിട്ടും. ഇപ്പൊ ജൂലൈയിലാണ് ഇതൊക്കെ കൂടുതൽ കൃഷികൾ നമ്മൾ ചെയ്യേണ്ടത് ഓണത്തിലേക്ക് വേണ്ടിയിട്ട്. ഈ 2 തൈ വീതം അടർത്തിയെടുത്ത് നമുക്ക് ഇതിലോട്ട് നടാം. 2 3 വെച്ച് നടാം കേട്ടോ. ഒത്തിരി തൈകളുള്ളത് കൊണ്ടേ കൂട്ടി വെച്ച് നടാം. എന്നുവെച്ചാൽ ഏതാണ് പൊടിക്കണോ എന്നറിയില്ല. ശക്തിയോട് വരുന്ന തൈകളെ നിർത്തണം, ശക്തിയില്ലാതെ വരുന്ന തൈകളെ നമുക്ക് വേണമെങ്കിൽ പിഴുതങ്ങ് മാറ്റാം. മഴ സീസൺ ആയതുകൊണ്ട് പൊടിച്ചങ്ങ് കയറിക്കൊള്ളും. ഇത് പച്ച കളർ ആണ്. വയലറ്റ് വഴുതലവും ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. ഇനി 2 3 അവിടെ ഇരിക്കുന്നു. അതിന് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടു നടാം. നട്ട് കഴിഞ്ഞു. ഇനിയേ കുറച്ച് കോവയ്ക്ക അടർത്തണം. ഒരാളിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. ഏതായാലും കുറച്ച് കോവയ്ക്ക കൂടെ അടർത്താം. അവിടെ നിൽപ്പുണ്ട്, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊക്കെ കണ്ട നിറയെ കോവയ്ക്ക പിടിച്ച് കിടക്കണം. ഇതൊക്കെ കണ്ട നിറയെ കോവയ്ക്ക അതാ പിടിച്ചതാ. ഇവിടെയൊക്കെ മാല പോലെ തൂങ്ങിയാണ് കിടക്കണം. കണ്ട ഇതാ കണ്ട. ഇനി അത് അങ്ങോട്ട് ഇതുകൊണ്ട് അവിടെയൊക്കെ നിറയെ കിടക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് കാടൊക്കെ ഞാൻ വെട്ടി മാറ്റി കേട്ടോ. ബോഞ്ചിക്കയും പറിച്ചു കളഞ്ഞു, പയറും പറിച്ചു കളഞ്ഞു, പോയിട്ട് വാളരിങ്ങ എല്ലാം ഞാൻ അടർത്തി കളഞ്ഞു. അത് കാരണം ഇതാ ഒന്ന് കാണിച്ചതാ, ഇപ്പൊ ഇതാ വിശാലമായി കണ്ടോ, ഒന്നുമില്ല. അത് കാരണം കോവയ്ക്ക ഒത്തിരി കായ്ക്കാൻ തുടങ്ങി. ഒന്ന് പറിച്ചെടുക്കട്ടെ.
ഒരാളിന് കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മഴയാണ് കേട്ടോ, അത് ചെറുതായിട്ട് മഴ തൂറ്റുന്നുണ്ട്, ഞാൻ നനഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇന്ന് എടുത്തില്ലെങ്കിലേ ആ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോ എനിക്ക് ചിലങ്കയുടെ ഒരു ഓർമ്മയാണ് പറഞ്ഞത്. ചിലങ്ക പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അത് മൃദുല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ മൃദുലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയായിരുന്നു. എനിക്ക് മൃദുല പാടും, ഞാൻ മൃദുലയ്ക്ക് പാടും ഡാൻസ് കളിക്കുമ്പോൾ സ്കൂളിൽ വാർഷികത്തിനൊക്കെ. അവക്ക് വേണ്ടി ഞാൻ പാടിയ പാട്ടേ കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമേഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂർന്നീ പൂപുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും പുടയാടകളൊളിയിലകൾ തിങ്ങി അഴകോടുടനാർന്നപ്പോൾ അങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടൂ നീ മഹിതേ മമ മുന്നിൽ വന്നു നീ മലയാള കവിതേ. അതു തന്നികളുടു തന്നികൾ മണിവീണകൾ മീട്ടി അപ്സരരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീധര പച്ചത്തല മുന്നിൽ സ്പന്ദിക്കും മാമധുര സുരവീതികൾ തിങ്ങി. ഇപ്പൊ രാഗമൊന്നുമില്ല കേട്ടോ, എന്നാൽ അന്ന് സ്കൂളിൽ വെച്ച് പാടിയ ആ ഒരു ഓർമ്മ ഇങ്ങനെ മുത്തുമണി പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണം. എനിക്ക് അവൾ പാടിത്തുന്ന വേറൊരു പാട്ടായിരുന്നു കേട്ടോ, മാലയും മുത്തുമാലൈ എന്നൊരു പാട്ടാണ് കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പാടി കേൾപ്പിക്കാം കേട്ടോ. ഇതെല്ലാം ഞാനൊന്ന് അടർത്തിയിട്ട് കാണിച്ചു തരാം. രണ്ടു മൂന്ന് പാവയ്ക്ക കൂടെ അറുത്തട്ടെ. കണ്ടോ, ഇത്രയും പാവക്കയും ഇത്രയും കോവക്കയും അടർത്തി. ഇത് അവർക്ക് വേണ്ടി കൊടുക്കാനാണ് കേട്ടോ. ഞാൻ ചിലർക്കൊക്കെ ഇതുപോലെ പറിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ആവശ്യക്കാർ വന്നാൽ ഞാൻ കൊടുക്കും, വിത്ത് കൊടുക്കും, എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.